Hey all, welcome back to part 2 of Vagaman Stories. രാവിലെ തന്നെ മഴയും കോടയും ഒക്കെ കണ്ടെഴുന്നേറ്റ് ദ ഹോസ്റ്റലറിൻ്റെ ഓരോ വഴിയിലൂടെയും സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഓരോ കാഴ്ചകളും ഞങ്ങളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒന്നാലോചിച്ചാൽ എന്താ അല്ലേ, കേരളത്തിൻ്റെ അങ്ങേയറ്റത്ത് കൊടും വെയിലും ഇങ്ങേയറ്റത്ത് കൊടും മഴയും. രാവിലെ തന്നെ സ്റ്റേയിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് 11 മണിയോടുകൂടി ഞങ്ങൾ വെക്കേറ്റ് ചെയ്തു. വാഗമൺ ടൗണിലേക്ക് ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ ഞങ്ങളെ ഹോസ്റ്റലറിലേക്ക് ആക്കി തന്ന ചേട്ടൻ്റെ കോണ്ടാക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹോസ്റ്റലറിൽ നിന്നിറങ്ങിയ ഞങ്ങൾ നേരെ പോയത് ശരത്തേട്ടൻ്റെ ജീപ്പ് സഫാരിക്കായിരുന്നു. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ശരത്തേട്ടൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന കുറേയധികം മലനിരകളും ടണലുകളും റിസർവയറുകളും ഡാമും ഒരുപാട് നല്ല മനോഹരമായ വ്യൂ പോയിന്റുകളുമാണ്. കോട്ടമല വ്യൂ പോയിന്റ് ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്നത് പോലെ പച്ചപ്പരവതാനി വിരിച്ച മലനിരകൾ കാണാൻ എന്തുകൊണ്ടും വേർത്തായിരുന്നു ആ ഒരു യാത്ര. സമയം തീരെ ഇല്ലാതിരുന്നതിനാൽ ഞങ്ങൾ നേരെ അടുത്ത ട്രക്കിംഗ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. മലയാള സിനിമയായ ലോകയിലെ പല ഫ്ലാഷ് ബാക്കുകളും കേവ് സീനുകളും ഷൂട്ട് ചെയ്ത ഉളുപ്പുണ്ണി ടണൽ. മൺസൂൺ സീസൺ ആയാൽ മാത്രം നിറയുന്നൊരു ടണൽ. വേനൽക്കാലത്തൊക്കെ ഈ ടണലിനുള്ളിലൂടെ നമുക്ക് കുറച്ചധികം ദൂരം സഞ്ചരിക്കാവുന്നത്. കുറച്ചധികം നേരം അവിടെ സ്പെൻഡ് ചെയ്ത് വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്കും ഭംഗിയും ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനായ അധികം ആർക്കും അറിയില്ല എന്നാൽ വൺ ഓഫ് ദ ബെസ്റ്റ് വ്യൂ പോയിന്റ്സ് ഇൻ വാഗമൺ ആയിട്ടുള്ള ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. നീണ്ട 4-5 മണിക്കൂറോളമുള്ള ട്രക്കിങ്ങിൽ തളരാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ. എത്ര കണ്ടാലും മതിവരാത്ത ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ. മഞ്ഞും മഴയും കാർമേഘങ്ങളും മൂടിക്കിടക്കുന്ന മലനിരകൾ എങ്ങനെ കണ്ടുമടുക്കാനാണ്. ഏകദേശം 3 മണിയോടുകൂടി ചെറിയ വെയിലും വരാൻ തുടങ്ങി. കോടയ്ക്കിടയിലൂടെയുള്ള വെയിലിൻ്റെ വരവ് എന്തുകൊണ്ടും ആ കാലാവസ്ഥയെ കുറച്ചുകൂടി രസമേറിയതാക്കുന്നതായിരുന്നു. തിരിച്ചു മടങ്ങി വരാൻ കഴിയാത്തക്ക വണ്ണം എന്തോ എന്നവിടെ ഞങ്ങൾ പിടിച്ചു നിർത്തുന്നുണ്ടായിരുന്നു. അടുത്ത തവണ വരുമ്പോൾ ഇതിനേക്കാളും ഒരുപാട് ഹിഡൻ സ്പോട്ടുകൾ കാണാം എന്ന പ്രതീക്ഷ നൽകി ശരത്തേട്ടൻ ഞങ്ങളെയും കൊണ്ട് മലയിറങ്ങി. നേരത്തെ തന്നെ ബസ് ബുക്ക് ചെയ്യാതിരുന്നത് കൊണ്ട് ഓടിപ്പിടിച്ചുള്ള ഓട്ടത്തിനിടയിൽ ഭക്ഷണം കഴിച്ചതും വെള്ളം കുടിച്ചതും ഒന്നും അറിഞ്ഞിരുന്നില്ല. കൃത്യം 5:15 തന്നെ വാഗമണിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഡയറക്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ് വന്നതുകൊണ്ട് ഓടിപ്പിടിച്ച് കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വാഗമണിലെ മഞ്ഞും കോടയും മഴയും ഒക്കെ ഞങ്ങളോടൊപ്പം തിരികെ സഞ്ചരിക്കുന്നതായിട്ട് തോന്നി. ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലുകളാണ്. ഇനിയും ഒരുപാട് ദൂരം പോകുവാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. യാത്രകൾക്ക് ശേഷമുള്ള ആ ഓർമ്മകളിലാണല്ലോ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. വീണ്ടും സന്ധിക്കും വരെ ബൈ ബൈ.